ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയായിൽ ഇന്ന് യോഹന്നാൻ 15:26. ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. According to John 15:26, when I return to my Father, I will send the helper to you. The helper is God's Spirit, who speaks only true things. He comes to you from the Father. I will send him to you and he will speak true things about me. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പെന്തക്കോസ്തായുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ വചനത്തെ ഓർത്ത് നമുക്ക് ഹൃദയത്തിലൊന്ന് ധ്യാനിക്കാം. ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ എന്നെക്കുറിച്ച് കൂടുതൽ സാക്ഷ്യം നൽകും, അവൻ എന്നെപ്പറ്റി കൂടുതൽ അറിവ് നൽകും. ഈ ഒരു പരിശുദ്ധാത്മ അഭിഷേകം നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കും നമ്മളിലേക്കും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്കും നമ്മുടെ സഭയിലേക്കും നമ്മുടെ കൂട്ടായ്മയിലേക്കും ഒക്കെ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഈശോയെപ്പറ്റി സംസാരിക്കുവാനായിട്ട്, ഈശോയെപ്പറ്റി അറിവ് ലഭിക്കുവാനായിട്ട് ഒക്കെ നമ്മൾ പലരും പറഞ്ഞു തരുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിലും ആഴത്തിൽ ആ ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അനുസരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഈശോ പറഞ്ഞു തരികയാണ്, അപരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവൻ കൂടുതൽ കാര്യങ്ങൾ നിനക്ക് സാക്ഷ്യം നൽകിക്കൊണ്ടേയിരിക്കും. നിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ, കുടുംബ ബന്ധങ്ങളിലൂടെ, കുടുംബത്തിലെ അനുഭവങ്ങളിലൂടെ, മക്കളുടെ മേന്മയിൽ കാര്യങ്ങളിലൂടെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഓരോ ആവശ്യങ്ങളും പരിശുദ്ധാത്മാവിനാൽ നമ്മളെ പ്രേരിതമായിട്ട് നമുക്കത് ഉപകാരപ്രദമാക്കി തരുന്ന ഒരു ആത്മീയ ചൈതന്യത്തെപ്പറ്റി ഈശോ പറഞ്ഞു തരികയാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനോടുകൂടി ആയിരിക്കുക. ആ മുന്തിരിവള്ളിയാകുന്ന യേശു ക്രിസ്തുവിനോടുകൂടി അവൻ്റെ ശാഖയായി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുദിന ജീവിതത്തിൽ നമ്മളെ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനത്താൽ നമ്മൾ തന്നെ അവ ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ശരീരങ്ങൾക്കോ നമ്മുടെ ചിന്തകൾക്കോ നമ്മുടെ മനസ്സുകൾക്കോ സാധ്യമാകാത്തത് നമ്മളിലൂടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തും. ഒരൊറ്റ കാര്യം മാത്രം മതി, ആ പരിശുദ്ധാത്മാവിനെ, ആ ഈശോയെ സ്നേഹത്തോടെ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുക്കാമെങ്കിൽ ആ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടി നമ്മളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഈശോ യോഹന്നാൻ 15:27 ഒരു കാര്യം കൂടി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷി നൽകും. ആരംഭം മുതൽ ശിഷ്യന്മാരെ നമുക്കറിയാം, പടവിലെ വഞ്ചി നെയ്തുകൊണ്ടിരുന്ന ശിഷ്യന്മാരെ ഈശോ വിളിച്ചപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഈശോയുടെ കൂട്ടത്തിൽ ഇറങ്ങിത്തിരിഞ്ഞ ആ ശിഷ്യന്മാരെ ഈശോയുടെ കൂട്ടത്തിലായിരുന്നു. 3.5 വർഷക്കാലം ഈശോയുടെ കൂട്ടത്തിൽ ജീവിച്ച അവർക്കറിയാം ഈശോ ആരായിരുന്നു, ഈശോ എന്തായിരുന്നു. അതുകൊണ്ട് അവർക്ക് വിട്ടുപിരിയാതെ ഈശോയോട് ഒട്ടി നിന്ന അവരോ നോക്കി ഈശോ പറയുകയാണ്, ആരംഭം മുതൽ നിങ്ങൾ എന്നോടുകൂടെ ആയതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, മാമോദീസ മുതൽ ഈശോയോട് കൂടെ ആയിരിക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ തിരഞ്ഞെടുത്ത് സഭയിലൂടെയും സമുദായത്തിലൂടെയൊക്കെ വിശ്വാസ ജീവിതം നയിക്കുന്ന നമ്മളും ഈശോയോട് കൂടെ അല്ലേ എന്ന് ഒന്ന് ചിന്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ പറ്റി നമുക്കും സാക്ഷ്യം നൽകാം. യേശു ക്രിസ്തുവിനെ പറ്റി നമുക്കും സാക്ഷ്യം നൽകാൻ പറ്റും. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവും. ഇന്ന് ലോകത്തിൻ്റെതായ എല്ലാ മായാലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു അനുഭവം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കാം. നമുക്ക് യേശു ക്രിസ്തുവിനെ പറ്റി കൂടുതൽ സാക്ഷ്യം നൽകുവാൻ, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കും ഒന്ന് ചിന്തിക്കാം. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ,
അവിടെ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, അങ്ങനെ അനുഭവം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഈശോപ്പിൻ്റെ 2 വാക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കുറവുണ്ടെങ്കിൽ, ഈ ഒരു മേഖലകളെയൊക്കെ ഒന്ന് ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് അനുദപിച്ച് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് ഈ പെന്തക്കോസ്താ ദിനത്തിലേക്ക് ഒന്ന് ഒരുങ്ങാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 100 മേനിയായി നമ്മൾ ഓരോരുത്തരിലേക്കും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഓ സ്വർഗീയ പിതാവായ പൊന്നു തമ്പുരാനെ, അങ്ങയുടെ പുത്രനെ പറ്റി ഇത്രയും നാളും ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടന്നിട്ടും കർത്താവേ, അങ്ങയുടെ പുത്രനെ പറ്റി സാക്ഷ്യപ്പെടുത്തുവാൻ, മറ്റൊരാൾക്ക് സാക്ഷ്യം പറഞ്ഞു കൊടുക്കുവാൻ, അവയെ കൂടുതൽ സത്യമായ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ എനിക്ക് കഴിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവേ അങ്ങയുടെ മുന്നിൽ മാപ്പ് ചോദിക്കുകയാണ്. ഓ കാരുണ്യവാനായ പൊന്നു തമ്പുരാനെ, അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ ബലം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമേ. ഒരുപക്ഷെ എനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ അടുത്ത തലമുറയിലായിരിക്കും. എന്നെ നോക്കി വളരുന്ന എൻ്റെ മക്കൾ, എന്നെ നോക്കി വളരുന്ന എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ, എൻ്റെ മറ്റു ബന്ധുമിത്രാദികളെയൊക്കെ അവരിലേക്ക് ഈ ഒരു ചൈതന്യം എനിക്ക് എത്തിക്കുവാനായിട്ട്, എൻ്റെ ഈശോയെപ്പറ്റി കൂടുതൽ കരുത്തോടുകൂടി എനിക്ക് പ്രസംഗിക്കുവാനായിട്ട്, പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത്, എന്നെ നോക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ദൈവിക ചൈതന്യത്തിൻ്റെ കുറവ് എന്നിലുണ്ടെന്ന് അവർക്ക് തോന്നിയ നിമിഷങ്ങളെയൊക്കെ ഓർത്ത് കർത്താവേ അങ്ങയുടെ മുന്നിൽ മാപ്പ് ചോദിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അധിക ബലം കൊണ്ട് എന്നെയും നിറയ്ക്കണമേ. അങ്ങനെ എൻ്റെ അടുത്ത തലമുറകളിലേക്കും ഈ ആത്മീയ ചൈതന്യം പകർന്നു കൊടുക്കുവാൻ എനിക്കും ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, പാവനമായ ആത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ഈശോയെ എനിക്കും ഈ ആത്മാവിൻ്റെ അധിക ബലം തന്ന് എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും പകർന്നു നൽകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത സാഹചര്യങ്ങളെ, പ്രതിസന്ധികളെ ഫേസ് ചെയ്യുമ്പോൾ അവയെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അതിജീവിക്കുവാൻ തക്കവണ്ണം ശക്തി അവരിലെല്ലാവരിലേക്കും പകർന്നു നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.